അഥവാ മങ്കി പോക്സ്. മനുഷ്യരിലും ചില മൃഗങ്ങളിലും കാണപ്പെടുന്ന പകർച്ചവ്യാധി രോഗമാണ് കുരങ്ങ് വസൂരി എന്നറിയപ്പെടുന്ന മങ്കി പോക്സ്. ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കിയ വസൂരി അഥവാ സ്മോൾ പോക്സ് രോഗകാരിയായ വേരിയോള വൈറസ് അടങ്ങുന്ന പോക്സ് വൈറിഡെ ഗണത്തിൽ ഉൾപ്പെടുന്ന വൈറസാണ് രോഗകാരി. ആദ്യഘട്ടത്തിൽ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് മാത്രം പകരുന്ന ഈ വൈറസിന് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന തരത്തിൽ ജനിതക വ്യതിയാനം സംഭവിച്ചു. ക്ലേഡ് 1, ക്ലേഡ് 2 എന്നീ 2 പ്രധാന ജനിതക വകഭേദങ്ങളും തീവ്രതയുടെ അടിസ്ഥാനത്തിൽ അതിൽ ഏതാനും ഉപവകഭേദങ്ങളും എംപോക്സ് വൈറസിന്റേതായി ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ ക്ലേഡ് 1 കോങ്കോ ബേസിൻ വകഭേദമാണ് ഇപ്പോൾ ആശങ്കയുയർത്തി വ്യാപകമായി പടരുന്നത്. വസൂരിയോളം തീവ്രതയില്ലെങ്കിലും ഒരേ വിഭാഗത്തിൽപ്പെടുന്ന വൈറസുകൾ ആയതുകൊണ്ട് തന്നെ വസൂരിക്ക് സമാനമായ രോഗലക്ഷണങ്ങൾ തന്നെയാണ് എംപോക്സ് രോഗബാധിതരിലും കാണപ്പെടുക. വേദനയോടുകൂടിയ പഴുപ്പ് നിറഞ്ഞ കുമിളകൾ രോഗബാധിതരുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടും. ഇത് 2 ആഴ്ച മുതൽ 4 ആഴ്ച വരെ നീണ്ടു നിൽക്കും. പനി, തീവ്രമായ തലവേദന, കഴലവീക്കം, നടുവേദന, പേശിവേദന, ഊർജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. പനി തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ ശരീരത്തിൽ ചുവന്ന കുമിളകളും പാടുകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത്. ഇതിനു പുറമെ ജനനേന്ദ്രിയം, കൈപ്പത്തി, കണ്ണുകൾ തുടങ്ങിയ ശരീരഭാഗത്തും ഈ കുമിളകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. കോവിഡ് പോലെയോ H1N1 പോലെയോ ഒന്നും വായുവിലൂടെ പകരുന്ന ഒരു രോഗബാധയല്ല എംപോക്സ്. മറിച്ച് രോഗബാധിതരുമായി മുഖാമുഖം വരിക, അവരുപയോഗിച്ച വസ്ത്രങ്ങൾ ഉപയോഗിക്കുക, നേരിട്ട് അവരുടെ ശരീരത്തെ അല്ലെങ്കിൽ തൊലിപ്പുറത്ത് സ്പർശിക്കുക, രോഗബാധിതരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ് ഈ രോഗം മറ്റൊരാളിലേക്ക് പകരുന്നത്. 2022 ജനുവരി മുതൽ 2024 ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ 120-ലേറെ രാജ്യങ്ങളിൽ എംപോക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 100,000-ലേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇതിൽ 220-ലേറെ മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. വൈറസ് ബാധയുണ്ടെന്ന് സംശയിക്കുന്നതോ അല്ലെങ്കിൽ രോഗം സ്ഥിരീകരിച്ച വ്യക്തികളുമായിട്ടോ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ ആരോഗ്യ പ്രവർത്തകരും മറ്റുള്ളവരും കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് ഈ ഒരു രോഗം മറ്റുള്ളവരിലേക്കും പടരാതിരിക്കാനുള്ള ഏക പോംവഴി.